അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഗാന്ധിജി വരുന്നത്. അപ്പം ഗാന്ധിജി വരുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് അക്കാലത്ത് ഈ നീരാവിയിലാണ് തീവണ്ടി ഓടുന്നത്. അപ്പോൾ കൊല്ലം വിട്ടാൽ തിരുവനന്തപുരത്ത് എത്തുന്നതിനകം പിന്നെ വെള്ളമെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്റ്റേഷൻ കിടക്കാവൂരാണ്. അപ്പോൾ ഈ സ്റ്റേഷനിൽ വന്നാൽ 15-20 മിനിറ്റ് ഈ വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി കിടക്കും. ഈ സമയത്ത് ഗാന്ധിജി വരുന്നു എന്നറിഞ്ഞിട്ട് ഇദ്ദേഹം കൂട്ടുകാരുമായിട്ട് വന്നു. അപ്പോൾ നല്ല ജനത്തിരക്കുണ്ട്, പോലീസുണ്ട്, തള്ളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഗാന്ധിജി ഇരിക്കുന്ന കമ്പാർട്ട്മെൻറ്റ് മനസ്സിലാക്കിയിട്ട് ആശാൻ ഈ ട്രെയിനിനകത്ത് കഴിഞ്ഞ് കയറി. എനർജറ്റിക്കാണ്. രണ്ട് കൈ കൊണ്ട് പിടിച്ച് ഗാന്ധിജി നോക്കി. ഗാന്ധിജിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് സന്തോഷം കൊണ്ടാണ് ശരി തോന്നാതെ നിൽക്കാൻ നോക്കൂല. സെക്യൂരിറ്റി അങ്ങ് ചാടി ഇറങ്ങി ഞാൻ ഗാന്ധിജിയെ തൊട്ട് ഗാന്ധിജിയെ പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എവിടെയൊക്കെ കോൺഗ്രസിൻ്റെ യോഗം ഉണ്ടോ അവിടെയെല്ലാം ഇദ്ദേഹം കൂട്ടുകാരുമായിട്ട് പോകും. അപ്പോൾ ഈ യോഗങ്ങളിൽ പോകുന്നതും പോലീസിൻ്റെ ശ്രദ്ധ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നോട്ടപ്പുള്ളിയായപ്പോൾ അവിടെ വരുന്ന ഒരു വിശേഷം എന്ന് പറയുന്നത് വാവാക്കുഞ്ഞ് സാഹിബ് കടത്ത്, ഉമ്മയ്ക്കൊരു ചായക്കട. പോലീസ് ഇങ്ങനെ കൂടെ വരും. വന്നാൽ അവർക്ക് കൈമുടക്കും കിട്ടും, ഭക്ഷണവും കിട്ടും. ഇതെല്ലാം കഴിഞ്ഞൊന്നിൽ പോകണം. ഇതിനിടയിൽ ആശാൻ ഒരു കുരുത്തക്കേടും ഉണ്ട്, ഒരു ചെറിയ പ്രണയം. അത് ഈ പത്മനാഭൻ വക്കീലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അയാളുടെ സഹോദരിയുടെ കുടുംബം ഇവരുടെ വീടിനടുത്തായിരുന്നു. ഇക്കര. ഇപ്പോൾ തോട്ടിൻ്റെ അക്കരയും ഇക്കരയായിട്ടാണ് ഖാദറിൻ്റെയും അവരുടെയും വീട്. അവിടെ സ്തൂപം നിൽക്കുന്നിടത്ത് ഒരു തോടുണ്ടായിരുന്നു. ഇപ്പോൾ ആ തോടൊക്കെ പോയി. അതിൽ താമരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു കുളം തന്നെയായിരുന്നു. ആ കുളത്തിൽ നിറയെ താമരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ പോയി. അപ്പോൾ അങ്ങനെ ഇവർ നെയ്ബേഴ്സാണ്. അങ്ങനെ ഇവരങ്ങ് അനുരാഗത്തിനുമൊക്കെയായി. അതൊക്കെ അങ്ങനെ വരുമ്പോഴത്തേക്കും വാവാക്കുഞ്ഞ് സാഹിബിന് വിഷമമായി. ഒന്നാമത് ഈ പറയുന്ന പത്മനാഭൻ വക്കീലിൻ്റെ ശേഷകാരിയാണ്. അവർ വലിയ പിടിപാടുള്ളവർ, വളരെ സമ്പന്നർ. അവർ വിചാരിച്ചാൽ എന്തും നടക്കും. പ്രണയകുഞ്ഞിൻ്റെ മുഖത്തോ വാവാക്കുഞ്ഞിൻ്റെ വിഷമമായി. മോൻ ഇവിടെ ഇങ്ങനെ നിന്നാൽ ഒരു വശത്ത് പോലീസ് വേട്ടയാടുന്നു, മറുവശത്ത് പ്രണയം പെണ്ണിൻ്റെ ആൾക്കാർ വേട്ടയാടിയേക്കാം, ഇതെല്ലാം കൂടി അവൻ ഇവിടുന്ന് കടത്തുന്നതാണ് സുരക്ഷിതത്വം എന്ന് കണ്ടാണ് ബാബാ സാഹിബ് മുൻകൈയെടുത്ത് ഇദ്ദേഹം മലയായിലേക്ക് അയക്കുന്നത്. അവിടെ ചെന്ന് സർവേയറായിട്ടൊക്കെ ജോലി കിട്ടി. 1-2 കമ്പനിയിൽ മാറിയൊക്കെ ജോലി ചെയ്ത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് 2ാം ലോക മഹായുദ്ധം നടക്കുന്നത്. മലയ ബ്രിട്ടീഷുകാർക്ക് അവരുടെ കയ്യിൽ നിന്ന് ജപ്പാൻ്റെ അധീനതയിലായി. ജപ്പാൻ്റെ അധീനതയിലായി എന്ന് പറയാൻ നോക്കില്ല. ബ്രിട്ടീഷുകാർക്ക് ഒഴിയേണ്ടി വന്നു. ജപ്പാൻ്റെ ഡയറക്റ്റ് ഭരണം വന്നില്ല. ഒരു അനിശ്ചിതാവസ്ഥ അവിടെ ഉണ്ട്. ആ സമയത്ത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്, റാഷ് ബിഹാരി ബോസിൻ്റെ നേതൃത്വമുള്ള ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് അവിടെയുള്ള ഇന്ത്യക്കാരെ ഓർഗനൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അത് ജാപ്പനീസ് ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടിയാണ്. ജപ്പാൻകാർ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ പട്ടാളക്കാരും ഇന്ത്യൻ പട്ടാളക്കാരിൽ അല്ലാതെ ശേഷിക്കുന്നവരും പട്ടാളക്കാരില്ലാത്ത സാധാരണ സിവിലിയന്മാർ ഇവരെല്ലാം കൂടെ ചേർത്ത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുകയും ആ സംഘടന പിന്നീട് സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും ഈ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചാരപ്രവർത്തനത്തിൽ പരിശീലനം കൊടുക്കുകയൊക്കെ ചെയ്തു. അവിടെ ഉന്നമെന്ന് പറയുന്നത് ഇന്ത്യയിൽ ആൾമാറാട്ടം നടത്തി വന്ന ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ രഹസ്യങ്ങൾ ചോർത്തി INAക്ക് കിട്ടണം. INA അതിനെയെല്ലാം കൂടി സാധന പാഠമാക്കി വച്ചിട്ട് ഏറ്റവും തക്കതായ അവസരം നോക്കി INA ഭടന്മാർ ഇന്ത്യൻ ഭടന്മാരുമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് ഏറ്റുമുട്ടുക. ഗവൺമെൻറ് മീൻസ് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റുമുട്ടി അവരെ തോൽപ്പിച്ച് അധികാരം പിടിച്ചെടുക്കുക. അതാണ് അവരുടെ എയിം. കുറേ പേരെ തിരഞ്ഞെടുത്തതിൽ ആദ്യത്തെ 33 പേരെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഇവർ വക്കം കാതറയ്ക്കുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്നുകൂടെ പറഞ്ഞോട്ടെ, ഞാൻ തീവണ്ടി കയറി ഇങ്ങനെ പറഞ്ഞല്ലോ. എൻ്റെ കൂടെ ആ കാര്യം വളരെ സവിസ്തരമായി പറയുന്ന ബോണിഫേസ് പെരേരയാണ്. ബോണിഫേസ് പെരേര ഇദ്ദേഹത്തിൻ്റെ കൂടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളാണ്. സാങ്കേതിക കാരണം കൊണ്ട് പിന്നെ രക്ഷപ്പെട്ടത് പുള്ളിയാണ്. എനിക്കിത് കഴിഞ്ഞ് പറയുമ്പോൾ ഇവരിവിടെ വന്ന് 4 ടീമായിട്ടാണ് വരുന്നത്. ഖാദർ ഉൾപ്പെടെ 5 പേര് താനൂർ കടപ്പുറത്തിറങ്ങി, കുറേ പേർ റങ്കൂണിലിറങ്ങി, കുറച്ച് പേർ ബറോഡയിലിറങ്ങി. അങ്ങനെ ഒരു 4 ട്രിപ്പായിട്ട് വന്നു. ആ വന്നതിൽ ഇവരെ താനൂർ വെച്ച് പിടിക്കുന്നു. ഇപ്പോൾ ഇതിനകത്ത് വന്നിരുന്ന ഒരു ചതിപ്രയോഗം ഉണ്ടായിരുന്നു. ജപ്പാൻ്റെ ഒരു യുദ്ധക്കപ്പലിലാണ് അവരെ കൊണ്ടുവരുന്നത്. ഇവർ 5 പേര് മാത്രം. അവർ 80-81 ആളുകൾ അടങ്ങിയൊരു കപ്പലാണ്. അവർ യാത്രാമധ്യേ ഇവരിവിടെ ആക്കിയിട്ട് അവർ പോവുകയാണ്.
അവർ കൊണ്ടുവന്നിറക്കുമ്പോൾ കരിയുന്നൊരു 7-8 കിലോമീറ്റർ ഉള്ളിലാണ് ഇറക്കുന്നത്, കടലിൽ ഇറക്കിയിട്ട് തന്നെ റബ്ബർ ബോട്ട് എന്ന് പറയുന്ന സാധനം അവർ കൊടുക്കുക. ബോട്ട് നമ്മളെ മോട്ടോർ ട്യൂബ് ഉണ്ടല്ലോ, അത് തന്നെ ഷേപ്പും ഡിഞ്ചി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അന്നത്തെ ഭാഷ. ഇതിൽ ഒക്കെ ആക്കി അവരങ്ങ് പോയി. ഇവരിങ്ങനെ വരുമ്പോൾ കടപ്പുറം നിരീക്ഷണ കോസ്റ്റ് ഗാർഡ് എന്ന് വെച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്, കോസ്റ്റ് ഗാർഡ്. അപ്പോൾ അവരിങ്ങനെ നമുക്ക് നിശ്ചിത 2 പേരെ ജോഡിയാക്കി ഒരു നിശ്ചിത ദൂരം കൊടുക്കും. ഒരാൾ അങ്ങേയറ്റത്തുനിന്ന് ഇങ്ങോട്ടും മറ്റേയാൾ ഇങ്ങേയറ്റത്തുനിന്ന് ഇങ്ങോട്ടും നടന്ന് അങ്ങനെ നീ കടന്നുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ കടലിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് കണ്ടോ അല്ലെങ്കിൽ അനുചിതമല്ലാത്ത സാധാരണമല്ലാത്ത എന്തെങ്കിലും ദൃഷ്ടിപ്പെടുന്നുണ്ടോ അതൊക്കെ അറിയിക്കണം. ആരെ? പോലീസിനെ അറിയിക്കണം. അതാണ് ഇവരുടെ ജോലി.